കഥ കഴുകൻ ഭാഗം 2. രചന സുചിത്ര കൃഷ്ണൻ. ശബ്ദം സുചിത്ര കൃഷ്ണൻ. എനിക്ക് മനസ്സിലായി, ഓൺലൈൻ ഗെയിം എന്ന കഴുകൻ്റെ വലയിൽ അവൻ വീണിരിക്കുന്നു. അതിൻ്റെ മാറ്റങ്ങളാണ് ഇതൊക്കെ. എനിക്കെന്തോ ഇവനെക്കുറിച്ച് സ്കൂളിൽ തിരക്കണമെന്ന് തോന്നി. ടീച്ചർ പറഞ്ഞത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. അനിക്കുട്ടൻ ക്ലാസ്സിൽ വല്ലപ്പോഴുമേ വരാറുള്ളൂ. ഇങ്ങനെ നിരവധി തവണ മുടങ്ങിയപ്പോൾ അവൻ്റെ അമ്മയെ അറിയിച്ചിരുന്നു. അപ്പോഴാണ് ഞാനൊരു സത്യം മനസ്സിലാക്കിയത്. സുമതി എന്നിൽ നിന്ന് എന്തൊക്കെയോ ബോധപൂർവം ഒളിക്കുന്നു. അല്ലെങ്കിൽ കടുത്ത വിഷമം ആരോടും പറയാതെ വീർപ്പുമുട്ടി കടിച്ചമർത്തുന്നു. അവൻ്റെ കൈത്തണ്ടയിൽ കണ്ട ആ മുറിവ് ഗെയിമിൻ്റെ ഭാഗമായിരുന്നു. ആരോ അവനെക്കൊണ്ട് ചെയ്യിപ്പിക്കുകയായിരുന്നു. ഒരു ആജ്ഞാനുവർത്തിയെപ്പോലെ അവൻ ചെയ്യുന്നു. പലതും അവർ ഇതിനോടകം അവനെക്കൊണ്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞു. കൂട്ടുകാരാണ് ഇത്രയും കാര്യങ്ങൾ എന്നോട് പറഞ്ഞത്. ഒരു ദിവസം സുമതി എന്നോട് പറഞ്ഞതായി ഓർക്കുന്നു. അവൻ മുളകുപൊടി ആവശ്യപ്പെട്ടതായിട്ട്. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ സ്കൂളിൽ പരീക്ഷണത്തിനാണെന്ന് പറഞ്ഞു. പാവം സുമതി അതും വിശ്വസിച്ചു. ഓൺലൈൻ ഗെയിമിൻ്റെ ഭാഗമായി കണ്ണിൽ മുളകുപൊടി വിതറി ധീരത പ്രദർശിപ്പിക്കാൻ അവർ ആവശ്യപ്പെട്ടിരിക്കാം. അതിൻ്റെ നിലവിളികളാണ് ആ മുറിയിൽ നിന്ന് കേട്ടത്. ഇങ്ങനെ സ്വയം വേദനിപ്പിച്ച് ആനന്ദം കണ്ടെത്താൻ അവർ നിർദ്ദേശം നൽകുന്നു. എനിക്ക് ഭയങ്കര പേടി തോന്നി. ഇതെങ്ങനെ പരിഹരിക്കണം? എങ്ങനെ ഈ കുട്ടിയെ രക്ഷപ്പെടുത്താം? പിന്നീടുള്ള ദിവസങ്ങൾ ഈ ചിന്തയിലായി. അവനെ ഞാൻ കാണുമ്പോഴെല്ലാം കണ്ണു കുഴിഞ്ഞ് കരിവാളിപ്പ് പടർന്ന് ഒരു വിഷാദ രോഗിയെപ്പോലെ തോന്നി. ഒരു ദിവസം അവനില്ലാത്ത സമയത്ത് അവൻ്റെ മുറിയിൽ സുമതിയുടെ അനുവാദത്തോടെ ഞാൻ കയറി നോക്കി. അന്ന് മുറി പൂട്ടാൻ അവൻ മറന്നുപോയിരുന്നു. അവിടെ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. നിറയെ സിറിഞ്ച്, കുപ്പിച്ചില്ലുകൾ, കഞ്ചാവിൻ്റെ പൊതികൾ, മൊട്ടുസൂചി, അങ്ങനെ എല്ലാം. ഞാൻ ചോദിച്ചു, സുമതി ഈ മുറി വൃത്തിയാക്കാറില്ലേ? അവൾ പറഞ്ഞു, മാഡം, ആ മുറി വൃത്തിയാക്കാൻ അവൻ ഒരിക്കലും സമ്മതിക്കാറില്ല. അവൻ തന്നെ വൃത്തിയാക്കിക്കൊള്ളാമെന്നാ പറയുന്നേ. സുമതി എന്തിനാ പൂട്ടും താക്കോലും അവനെ ഏൽപ്പിക്കുന്നേ? മാഡം, അവൻ എന്നെ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എൻ്റെ മകനാണെങ്കിലും എനിക്കിപ്പോൾ അവനെ ഭയോ. ഇത്രയും നടന്നിട്ട് നീ എന്താ എന്നോടൊന്നും പറയാതിരുന്നത്? നേരത്തെ തന്നെ എന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ അവനെ തിരുത്താമായിരുന്നു. ഇത് അല്പം താമസിച്ചു പോയി. മാഡം, പേടിച്ചിട്ടാണ് പറയാതിരുന്നത്. ഞാൻ രാഘവേട്ടനോട് പോലും ഈ വിവരം പറഞ്ഞിട്ടില്ല. മൊട്ടുസൂചി കൊണ്ട് ദേഹം മുഴുവൻ തറച്ചു വെച്ച് പ്രദർശിപ്പിക്കണം. കുപ്പിച്ചില്ല് വിഴുങ്ങി കാണിക്കണം. ഈ വിവരമെല്ലാം കൂട്ടുകാരാണ് പറഞ്ഞത്. വല്ലാത്ത വേദന തോന്നി എനിക്ക്. ഈ കുട്ടികളെല്ലാം ഒരു മായിക ലോകത്തിലാണ്. ഇങ്ങനെ വീണ്ടും വിചാരമില്ലാതെ സ്വയം നശിക്കുന്നല്ലോ. പിന്നീട് വീട്ടിലെ ഓരോ സാധനങ്ങൾ കൊണ്ടുപോയി വിൽക്കാനും തുടങ്ങി. പണത്തിനു വേണ്ടി എന്തും ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിൽ അവൻ എത്തിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമാണ് അമ്മയോടുള്ള വധഭീഷണി. ഒരു ദിവസം ഞാൻ കാറോടിച്ചു വരുമ്പോൾ അവൻ്റെ കൂട്ടുകാരൻ ഓടിക്കിരച്ച് എൻ്റെ കാറിന് മുൻപിൽ വന്നു പെട്ടു. ഞാൻ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി. മാഡം, അനുക്കുട്ടൻ ഏതോ മലമുകളിലേക്ക് പോയിരിക്കുക. ഞങ്ങളോട് അവൻ പറഞ്ഞത് അവൻ സ്വർഗം കാണാൻ പോകുന്നെന്നാ. ഞങ്ങളോട് ഓൺലൈനിൽ വരാൻ പറഞ്ഞേക്കുക. എങ്ങനെയെങ്കിലും അവനെ രക്ഷപ്പെടുത്തണം മാഡം. ഞാൻ പെട്ടെന്ന് എൻ്റെ ഭർത്താവിനെ വിളിച്ചു. വേഗം വരാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അവിടെ ചെങ്കുത്തായ ഒരു പാറയുണ്ട്. താഴെ അഗാധമായ കൊക്കയാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം. ഒരുപക്ഷെ അവൻ അവിടെ കാണും. ഞങ്ങൾ അവിടേക്ക് തിരിച്ചു. ഞങ്ങൾ ആ മലയുടെ താഴ്വാരത്തിൽ നിന്ന് ചുറ്റും കണ്ണോടിച്ചു. അപ്പോൾ അല്പം നിരപ്പായൊരു പ്രദേശം കണ്ടു. അതിലൂടെ ഞങ്ങൾ മുകളിലേക്ക് കയറി. വളരെ പണിപ്പെട്ട് അവിടെ എത്തി. ആ കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. ഞങ്ങൾക്ക് നേരെ എതിർഭാഗത്തുള്ള മലയുടെ ഏറ്റവും ഉച്ചിയിൽ അനുക്കുട്ടൻ കയറി നിൽക്കുന്നു.
ഞങ്ങൾ ഉറക്കെ വിളിച്ചു, അനുക്കുട്ടാ, മോനെ, ഇങ്ങ് ഇറങ്ങി വാ, താഴെ കൊക്കയാണ്, പോവല്ലേ മക്കളെ. അവനെപ്പോൾ ആർത്തു ചിരിക്കുകയായിരുന്നു. ആൻറ്റി, ഞാൻ ഞാൻ സ്വർഗത്തിലേക്ക് പോകാൻ പോവാ, അവരെന്നെ സ്വർഗം കാണിക്കും. ഞാൻ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ ആൻറ്റിക്ക് കാണാട്ടോ. ഞങ്ങൾ വല്ലാത്ത നിസ്സഹായാവസ്ഥയിലായിപ്പോയി. അവൻ ആകെ ഒരു ഭ്രമാവസ്ഥയിലായിരുന്നു. ആ സമയത്ത് എന്തു പറഞ്ഞാലും പിൻവാങ്ങില്ലെന്ന് തോന്നി. വേഗം പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരമറിയിച്ചു. അപ്പോഴേക്കും റെഡി 1 2 3 എന്ന അവൻ്റെ ശബ്ദത്തോടൊപ്പം വലിയ അലർച്ചയോടെ അവൻ നിലം പതിച്ചു. എല്ലാം തീർന്നു. ഓൺലൈൻ ഗെയിം എന്ന കഴുകൻ അവനെയും റാഞ്ചിയെടുത്ത് വിദൂരതയിലേക്ക് പറന്നകന്നു. പിന്നെ ഒരു രാത്രിയും പകലും കഴിഞ്ഞാണ് ബോഡി കിട്ടിയത്. സുമതിയുടെ നെഞ്ചു തല്ലിയുള്ള നിലവിളി ഇപ്പോഴും മറക്കാൻ കഴിയുന്നില്ല. ഈ സംഭവം ഇപ്പോൾ എന്നെ ഓർമ്മപ്പെടുത്തിയത് ഇന്നത്തെ പത്രത്തിലെ ഒരു ലേഖനമായിരുന്നു. ഓൺലൈൻ ഗെയിമുകളുടെ കടന്നുകയറ്റം കുട്ടികളുടെ ജീവനും ജീവിതവും കവർന്നെടുക്കുന്നു. ഓരോ രക്ഷിതാക്കളും തുറന്ന കണ്ണുകളാവണം. വിദ്യാഭ്യാസം അറിവുമില്ലാത്ത രക്ഷിതാക്കളെ യാതൊരു മനസാക്ഷിയുമില്ലാതെ വഞ്ചിക്കുന്ന മക്കളായി നമ്മുടെ കുട്ടികൾ ഇന്ന് മാറിയിരിക്കുന്നു. അവർക്ക് പഠനത്തോടൊപ്പം സാമൂഹ്യ പ്രതിബദ്ധത കൂടി പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം തിരിച്ചറിവുകളും ചതിക്കുഴികളും. നീലിമേ, ചായ തണുത്തുപോയല്ലോ, നിനക്കിത് എന്താ പറ്റിയത്? ഭർത്താവിൻ്റെ ചോദ്യം എന്നെ ചിന്തകളിൽ നിന്നുണർത്തി.